നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ പോർച്ചുഗലിന് പരാജയം. ഗ്രൂപ്പ് സ്റ്റേജിലെ തങ്ങളുടെ അവസാന മത്സരത്തിലാണ് അവർ ജോർജിയയോട് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നത്. ഈ പരാജയം പക്ഷേ പോർച്ചുഗലിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കില്ല. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ അവർ റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നിട്ടുണ്ട്. മത്സരത്തിൽ ജോർജിയയ്ക്ക് വേണ്ടി അവരുടെ സൂപ്പർ താരം കിച്ച കാഴ്സ്കേലിയെയും അതുപോലെ തന്നെ മിക്കോ രാത്സെയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. പോർച്ചുഗലിന്റെ ആദ്യ 11 അവരുടെ പല പ്രധാന താരങ്ങളെയും പുറത്തിരുത്തിയിരുന്നു. പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യാനോക്കൊപ്പം ജാവോ ഫെലിക്സും കോൺസിസാവോയും ഡാലോട്ടും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ഡിഫൻസിൽ ഇനാസിയോയും ഡാനിലോ പെരീരയും അന്റോണിയോ സിൽവയുമാണ് അണിനിരന്നത്. ഏതായാലും പോർച്ചുഗലിന് കളിയുടെ തുടക്കത്തിൽ തന്നെ തിരിച്ചടി കിട്ടി. 2ാമത്തെ മിനിറ്റിൽ തന്നെ കിച്ച കാഴ്സ്കേലിയെ ജോർജിയയെ മുന്നിലെത്തിച്ചു. അന്റോണിയോ സിൽവയുടെ മിസ്റ്റേക്കിൽ നിന്നാണ് ആ ഗോളിലേക്കുള്ള വഴി തുറക്കപ്പെടുന്നത്. മത്സരം പുരോഗമിക്കവേ 27ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഫൗൾ ചെയ്തു. അദ്ദേഹത്തിന്റെ ജേഴ്സി പിടിച്ച് വലിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. പക്ഷേ റഫറി അത് പെനാൽറ്റി വിധിച്ചില്ല എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ അതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലായിരുന്നു ജോർജിയ. 2ാം പകുതിയിൽ വീണ്ടും അന്റോണിയോ സിൽവക്ക് തന്നെ പിഴക്കുന്നു, പെനാൽറ്റി വിധിക്കുന്നു. ഇത്തവണ വാർ ചെക്ക് ചെയ്തിട്ടാണ് റഫറി പെനാൽറ്റി കൊടുക്കുന്നത്. പെനാൽറ്റി മിക്കോ രാത്സെയെ ഗോളാക്കി മാറ്റിയതോടുകൂടി 57ാമത്തെ മിനിറ്റിൽ 2-0 ലീഡിലേക്ക് ജോർജിയ കടന്നുപോയി. അതിനുശേഷം പിന്നീട് പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് കാണപ്പെട്ടത്. കളി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ തോൽവിയാണ് പോർച്ചുഗലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ജോർജിയ ആദ്യമായിട്ട് യൂറോ കപ്പിന്റെ നോക്കൌട്ട് സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു. പോർച്ചുഗലിന്റെ ഗ്രൂപ്പിൽ 3 കളികളിൽ നിന്ന് 6 പോയിന്റാണ് പോർച്ചുഗലിനും തുർക്കിയേക്കുമുള്ളത്. തുർക്കിയെ അവരുടെ ഇന്നലത്തെ മത്സരം 2-1 സെച്ചിയയെ പരാജയപ്പെടുത്തിയിരുന്നു. അതോടുകൂടി അവർക്കും 6 പോയിന്റ്. പക്ഷെ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത് പോർച്ചുഗൽ, 2ാമത് തുർക്കിയെ, 3ാമത് ജോർജിയ വന്നു. 3 കളി 4 പോയിന്റ്. അവർ മികച്ച 4 3ാം സ്ഥാനക്കാരിൽ ഒരു ടീം ആയിക്കൊണ്ട് റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നിട്ടുണ്ട്. സെച്ചിയ പുറത്തായി. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.